നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാന രണ്ട് ഘടകകക്ഷികളായ കോൺഗ്രസിനെയും CPM അടർത്തിയെടുത്ത് മുന്നണിയുണ്ടാക്കി തമിഴ്നാട് ഭരിക്കാൻ തുടങ്ങി. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വിജയിനെ ഇനി പറയാത്ത തെറികളില്ല ഈ ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഇവരൊക്കെ വളരെ മോശമായ രീതിയിലാണ് വിജയിനെയും അല്ലെങ്കിൽ DMKയെയും അല്ലെങ്കിൽ NDA BJP നേതൃത്വം കൊടുക്കുന്ന NDAനൊക്കെ അവർ ഛർദ്ദിച്ചു കൂട്ടിയത് വളരെ മോശമായ രീതിയിൽ പ്രസംഗിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയ് ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെത്തി വിജയം ഉറപ്പിച്ചു. പക്ഷേ സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവിടെ തികയാതെ വന്നപ്പോൾ ആ വിജയിൻ്റെ മുന്നണിയിൽ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ചാടിപ്പോയി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ അതിൽ ചേർന്ന് മന്ത്രിസഭയുണ്ടാക്കാൻ വിജയിയെ സഹായിച്ചു. ഇത് നമ്മളെല്ലാവരും കണ്ടതാണ്. കുറച്ച് ദിവസം ആര് പിന്തുണ കൊടുക്കും എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടക്കുന്നതിന് ഇടയിലാണ് ഈ തീരുമാനങ്ങളിലേക്ക് അവരെത്തിയത്. പക്ഷേ വിജയ്ക്ക് തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും പുള്ളിയുടേതായ വ്യക്തിത്വവും ചില തീരുമാനങ്ങളുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഈ വിവരക്കേട് കാട്ടുന്ന വിദ്യാർത്ഥികളെ ഇനി തമിഴ്നാട്ടിൽ കാണണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇത് സത്യത്തിൽ ജന്തർ മന്ദറിനുണ്ടായ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വലിയൊരു അടി തന്നെയാണ്. കാരണം അവരുടെ വിദ്യാർത്ഥി സംഘടനകളും അല്ലെങ്കിൽ അവരുടെ നേതാക്കളും തന്നെയാണ് ജന്തർ മന്ദറിൽ പോയി ആ സമരത്തെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പോയത്. അത് കുറേ കാലങ്ങളായി നമ്മൾ കണ്ടതാണ്. പണ്ട് കർഷക സമരം ഉണ്ടായപ്പോഴും ഇതേമാതിരി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ ആ കർഷകരുടെ ഇടയിൽ പോയി അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കി ചരിത്രമൊക്കെ നമുക്കറിയാം. ആ ചരിത്രം തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റേഷനായി വന്നിരിക്കുന്നത്. പക്ഷേ വിജയിന് ഒരു തീരുമാനമുണ്ട്. ഇവിടെ വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ നശിപ്പിക്കേണ്ട, ഈ രാജ്യത്തെ വിഘടിപ്പിക്കേണ്ട, ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന ഒരു ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് അവരുടെ വേണ്ടപ്പെട്ട അധികാരികൾക്ക് അത് കൊടുക്കാം. അവിടെ എന്തെങ്കിലും സത്യാഗ്രഹം ഇരിക്കാം. അതിനപ്പുറം രാജ്യത്തിനെതിരെയായിക്കൊണ്ട് ഇവിടെ കലാപത്തിനിറങ്ങിയാൽ, അതായത് അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ജന്തർ മന്ദറിൽ തന്നെ നമ്മൾ കണ്ടു, അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം ആരാണ്ടാക്കി അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയവരാണ് എന്നാണ് ഉത്തരം. അപ്പോൾ അവിടെ തികച്ചും ചെറിയ കുട്ടികൾ പറയുന്ന തരത്തിലാണ് ഈ ഉത്തരവാദപ്പെട്ട സമരം രാജകലാപമായി മാറ്റാൻ സാധ്യതയുള്ള രീതിയിൽ നേതൃത്വം കൊടുത്തവർ പറയുകയാണ്, അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ സമരത്തിൽ ഞങ്ങളുടെ സ്റ്റേജിൽ നുഴഞ്ഞു കയറി വന്നവരാണ്. അത് പറയുമ്പോൾ തിരിച്ചു പറയുക. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ ഒരു സ്റ്റേജ് വയ്ക്കുമ്പോൾ ആ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചവരെ ഞങ്ങൾക്കറിയില്ല എന്ന് ആ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുത്തവർ പറയുന്നു. അവർ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് മിക്കവർക്കും അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം തന്നെയാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയും പറഞ്ഞത്. പക്ഷേ ഇവിടെ തികച്ചും അവരുടെ വിജയിൻ്റെ മന്ത്രിസഭയിലുള്ള കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വലിയൊരു അടിയായി മാറി. അപ്പോൾ വിജയ് ഈ തീരുമാനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്ന, മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇനി എന്ത് ചെയ്യും? ആൾറെഡി അവരുടെ മുന്നണിയായിരുന്നു വിജയിൻ്റെ എതിരാളിയായ DMK സ്റ്റാലിൻ. അദ്ദേഹത്തെ വഞ്ചിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിനെ ചവിട്ടി ഓടിച്ചിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും വിജയിൻ്റെ ഒപ്പം കൂടിയത്. ഇവിടെ വിജയ് ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല, ഇവരുടെ ഒരു വിഡ്ഢിത്തരത്തിനും കൂട്ടുനിൽക്കുന്നില്ല. രാജ്യത്തിനു വേണ്ടി രാജ്യത്തിനെ നശിപ്പിക്കുന്ന ഒരു ശക്തികളെയും ഈ രാജ്യത്ത് പൊറുപ്പിക്കില്ല. അനാവശ്യമായ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഈ രാജ്യത്തിന് ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിജയ് ഒരു തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തികച്ചും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വലിയ ഒരു മുഖത്ത് കിട്ടിയ അടി തന്നെയാണ്. ഇനി അവരെന്തു ചെയ്യും? തിരിച്ച് DMKയിലേക്ക് പോകുമോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം.
അതോ വിജയിയെ താഴെ ഇറക്കുമോ? ഇതിനൊന്നും വ്യക്തമായ ഉത്തരം പെട്ടെന്നൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിലും ഒരു സ്വാഭാവിക തത്വം, ഒരു പോളിസി ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറിയിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടക്കുകയില്ല. ഇവിടെ ഉറച്ച ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളായി മാറിയിരിക്കുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്നാണ് പൊതുവെ അവരുടെ അവസ്ഥ കണ്ടും മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും ശക്തമായിട്ട് ഒരു ഭരണം കൂടത്തിൽ ആ ഭരണം പിടിച്ചെടുത്ത വിജയിയുടെ ഒപ്പം കൂടിയവർക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അവരുടെ വാക്കുകൾക്കൊരു വില പോലും കൊടുക്കാതെ സ്വന്തമായ ശക്തമായ ഒരു ആദർശപരമായൊരു തീരുമാനമുള്ള വിജയ് അതിലും ശക്തമായ തീരുമാനമെടുത്തു. വിദ്യാർത്ഥികൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, ഏത് സ്ഥലത്തായാലും വിദ്യാർത്ഥിയുടെ പണി ചെയ്താൽ മതി, മറ്റുള്ള രാജ്യ താല്പര്യങ്ങളിൽ ഏറ്റെടുക്കണ്ട. അത് വിദ്യാർത്ഥികളുടെ പണിയല്ല. വിദ്യാർത്ഥികളുടെ പണി പഠിക്കലാണ്. പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് റോട്ടിലിറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുക, അത് വിദ്യാർത്ഥിയുടെ പണിയല്ല. ഇത് വിജയ് ശക്തമായ ഭാഷയിൽ തന്നെ പറയുമ്പോൾ അത് ആരെയാണ് കൊള്ളിക്കുന്നത് എന്ന് മനസ്സിലായല്ല. അതേ വിജയിയുടെ മന്ത്രിസഭയിലുള്ള രണ്ട് കക്ഷികളെയാണ് പ്രധാനപ്പെട്ട, അതായത് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്, ഈ വിജയിയുടെ പോക്കാണോ ഞങ്ങളുടെ പോക്കാണോ ശരി. ഇവിടെ വിജയിയുടെ പോക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പോക്കോ കമ്മ്യൂണിസ്റ്റിൻ്റെ പോക്കോ അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, 70 കൊല്ലമായി ഇന്ത്യ രാജ്യം ഭരിച്ച് ഇപ്പോൾ ഒരു 10 കൊല്ലം കൊണ്ടല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംജാതമായിരിക്കുന്നത്. ഇത് കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചവരുടെ കഴിവ് കേടുകൊണ്ട് തന്നെയാണ്. അത് ആരാണെന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവർ ഗതി കെട്ടിട്ട് ഒരു പുതിയതായിട്ട് ഒരു കക്ഷി രൂപം കൊണ്ട് പണ്ട് എയുടെ പിന്നാലെ കൂടി ഇപ്പോൾ അവരിൽ നിന്ന് തല്ലുടിപ്പോയി. അങ്ങനെ ഇപ്പോൾ വിജയുടെ ഒപ്പം കൂടി ഇനി അവിടുന്ന് തല്ലുടി പോവുമായിരിക്കാം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ CJPയുടെ പിന്നാലെയും ഇവർ അടുത്ത് തന്നെ കൂടുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. എവിടെയും ഒരു തീരം കിട്ടാതെ ഒഴുകി നടക്കുന്ന ആ വാഴപ്പിണ്ടികളെ പോലെയായി മാറിയിരിക്കുകയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. അവർക്ക് ഈ രാജ്യത്തിനോടാണോ കൂറ്, മറ്റുള്ള എന്തെങ്കിലും ശക്തികളോടാണോ കൂറ് എന്ന് വരും ദിനങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഇന്ന് തമിഴ്നാട്ടിലെ ഈ സാഹചര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും തൻ്റെടിയായ തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ആ ഉറച്ച തീരുമാനം ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനൊരു മാതൃക തന്നെയാണ്. കാരണം വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട. വിദ്യാർത്ഥികളുടെ പണി ചെയ്താൽ മതി. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരുടെ അധികാരികളെ അറിയിക്കുക. അല്ലാതെ റോഡിലിറങ്ങി കലാപമുണ്ടാക്കി രാജ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഇവിടുത്തെ രാജ്യദ്രോഹികളും ജിഹാദികളും തീവ്രവാദികളുമായി കൂട്ടുകൂടി മൂവ്മെൻറ്റ് നടത്തുക, അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, അവിടെ കയറി കൂടിയവരാണ് അവരെ എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഈ ഇരട്ടത്താപ്പാണ് വിജയിയെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും ഇനി 5-ാം തീയതി വീണ്ടും അവർ റോട്ടിൽ ഇറങ്ങുമെന്ന് പറയുന്നു. അത് ഇറങ്ങുമ്പോൾ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം.